മുഹറക്കിലെ അറാദയിൽ ഇരുനില കെട്ടിടം തകർന്ന് 2 പേർ മരണപ്പെടുകയും 6 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ഒരു സംഭവത്തിന്റെ നടുക്കം ഇനിയും വിട്ടുമാറാത്തൊരവസ്ഥയിലാണ് ബഹ്റിൻ പ്രവാസികൾ. സീഫ് മാളിനടുത്തുള്ള ബഹ്റിനി റെസ്റ്റോറന്റിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതിന്റെ ഒരു ആഘാതത്തിലാണ് ഈ ഇരുനില കെട്ടിടം തകർന്നു വീണതെന്നാണ് പ്രാഥമിക നിഗമനം. അന്വേഷണം ഇപ്പോൾ നടന്നു വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച റെസ്റ്റോറന്റിന്റെ ഏകദേശം 400 മീറ്റർ ചുറ്റളവിൽ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചുറ്റുവട്ടത്തുള്ള 10 വീടുകൾ, 10 കടകൾ, 7 കാറുകൾ എന്നിവയ്ക്കാണ് സാരമായ കേടുപാട് സംഭവിച്ചിട്ടുള്ളത്. ഈ തകർന്നു വീണ ഇരുനില കെട്ടിടത്തിൽ ധാരാളം പ്രവാസികൾ താമസിക്കുന്ന ഒരു കെട്ടിടമായിരുന്നു. രാത്രി ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് അപകടം ഉണ്ടായതെങ്കിൽ ഇതിൻ്റെ ഒരു ആഘാതം ഇനിയും വലുതാകുമായിരുന്നു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ബുധനാഴ്ച കഴിഞ്ഞ ഫെബ്രുവരി 13 ബുധനാഴ്ച രാത്രി 7:30-യോടെയാണ് ഈ ഒരു സംഭവം നടന്നത്. ഇതിൽ നിരവധി ആളുകൾക്ക് വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടമാവുകയും കടകളിലെ വസ്തുക്കളൊക്കെ നാശനഷ്ടം സംഭവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർക്കൊരു ആശ്രയത്തിനായി നാഷണൽ ഫണ്ട് റേസിംഗ് പ്രോഗ്രാം ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു കഴിഞ്ഞു. വിവിധ സംഘടനകളുടെയും മറ്റും സഹകരണത്തോടെയാണ് ഈ ഒരു ഫണ്ട് റേസിംഗ് ക്യാമ്പയിൻ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. നികുതി അടയ്ക്കാനായി മോഷ്ടിച്ച ബാങ്ക് കാർഡ് ഉപയോഗിച്ച് ഒരു ഏഷ്യൻ പൗരന് അറസ്റ്റിലാവുകയും 5 വർഷം ജയിൽ ശിക്ഷയും 5000 ദിനാർ ഫൈനും ഇപ്പോൾ അവർക്ക് വിധിച്ചിരിക്കുകയാണ് ബഹ്റിൻ ഹൈ ക്രിമിനൽ കോർട്ട്. ഈ കേസിനാസ്പദമായ സംഭവം ഇങ്ങനെയാണ്. മോഷ്ടിച്ച ബാങ്ക് കാർഡ് ഉപയോഗിച്ച് ഒരു 300 ദിനാറിൻ്റെ ക്രിപ്റ്റോ കറൻസി വാങ്ങിയതായൊരു കാര്യം അതോറിറ്റീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. അങ്ങനെ നടത്തിയ അന്വേഷണത്തിലാണ് ഇതേ ബാങ്ക് കാർഡ് ഉപയോഗിച്ച് നിരവധി ട്രാൻസാക്ഷനുകൾ നടത്തിയിട്ടുണ്ടെന്നും നികുതി അടയ്ക്കാൻ ഉപയോഗിച്ച രേഖകളും മറ്റും കണ്ടെത്തുകയും ചെയ്തത്. അങ്ങനെ 34 വയസ്സുള്ള ഈ പ്രതിക്കെതിരെ ഇങ്ങനെ ഒരു ശിക്ഷ നടപടിയെടുക്കുകയായിരുന്നു. ഒരു സ്വകാര്യ കമ്പനിക്ക് വേണ്ടി 50,000 ദിനാറിൻ്റെ വാറ്റ് അടയ്ക്കാൻ വേണ്ടിയാണ് ഈ ബാങ്ക് കാർഡ് മുൻപ് ഉപയോഗിച്ചത്. 2024 ജൂലൈ മാസം മുതൽ 2025 ഫെബ്രുവരി 11 വരെ രാജ്യത്ത് അനധികൃതമായി താമസിച്ചിരുന്ന 3039 പേരെയാണ് അതോറിറ്റീസ് കസ്റ്റഡിയിലെടുത്തതെന്നുള്ളൊരു കണക്ക് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. നമുക്കറിയാം, LMRAയുടെയും NPRAയുടെയും ഒക്കെ നേതൃത്വത്തിൽ തൊഴിൽ താമസ നിയമലംഘകരെ കണ്ടെത്താനായുള്ള പരിശോധന വളരെ ഊർജിതമായി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും നടന്നു വരുന്നുണ്ട്. ഈ താമസ നിയമലംഘകരായി കണ്ടെത്തിയ ആളുകൾ അനധികൃതമായി മദ്യവിൽപ്പന നടത്തുകയും ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുകയൊക്കെ ചെയ്യുന്ന ആളുകളാണെന്നുള്ളത് കൂടി ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ അനധികൃതമായ എന്തുതരം പ്രവൃത്തി ശ്രദ്ധയിൽപ്പെട്ടാലും 999 എന്നുള്ള ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് ആ വിവരം അതോറിറ്റീസിനെ അറിയിക്കണമെന്നുള്ളൊരു കാര്യം കൂടി പൊതുജനങ്ങളോട് ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. ബഹ്റിൻ വാർത്ത ഈവനിംഗ് അപ്ഡേറ്റ്സ് 2025 ഫെബ്രുവരി 15 ശനിയാഴ്ച.